ഹായ്. ഞാനൊരു അമ്മയായപ്പോഴാണ് കേട്ടോ ശരിക്കും ഈ ബ്രസ്റ്റ് മിൽക്കിനെ പറ്റിയും അതുപോലെ തന്നെ പമ്പിങ്ങിനെ പറ്റിയൊക്കെ കൂടുതൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയതും കുറേ അധികം ഡൗട്ട്സ് എനിക്കുണ്ടായിരുന്നു. മിൽക്ക് മിക്സ് ചെയ്യാൻ പറ്റുമോ, മിൽക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് പമ്പിങ് സെഷൻസ് ചെയ്യുക, എങ്ങനെയാണ് ഫ്രിഡ്ജിൽ വെച്ച മിൽക്ക് ചൂടാക്കുക, ഒരു ദിവസം എത്ര നേരം പമ്പ് ചെയ്യണം, ഇങ്ങനെയുള്ള ഒത്തിരി ഡൗട്ട്സ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ പല സ്ഥലത്തും സെർച്ച് ചെയ്തു, പല വീഡിയോസ് കണ്ടു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇതൊക്കെ എനിക്ക് ഒരാൾ പറഞ്ഞു തരാനുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെ ഈ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് കുറച്ചുകൂടെ നല്ല രീതിയിൽ, കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടും ഫാസ്റ്റ് ആയിട്ടും എനിക്ക് സ്റ്റാർട്ടിങ് തൊട്ടേ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങായിരുന്നു എന്നൊക്കെ. സോ എല്ലാ മോസ്റ്റ്ലി അമ്മമാർ ചോദിക്കുന്ന ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനും കൂടെയാണ് ഈ ഒരു വീഡിയോ കേട്ടോ. ഏത് ബ്രസ്റ്റ് പമ്പാണ് ഏറ്റവും നല്ലതെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രസ്റ്റ് പമ്പിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. കാര്യം ഞാൻ ആദ്യം മേടിച്ചത് ഒരു സിംഗിൾ പമ്പായിരുന്നു, മോംകോസിയുടെ M5 എന്ന് പറഞ്ഞിട്ടുള്ള ബ്രസ്റ്റ് പമ്പ്. ഞാൻ യൂസ് ചെയ്തതിൽ ഏറ്റവും നല്ല ബ്രസ്റ്റ് പമ്പാണ് കേട്ടോ അത്. കാര്യം ഞാൻ 2 ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മോംകോസി M5, രണ്ടാമത്തത് മോംകോസി S9 Pro. സോ S9 Pro ഞാൻ നാട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സപ്ലൈ കൂടിയപ്പോഴേക്കും നമ്മൾ 20 മിനിറ്റ് ആണല്ലോ നമ്മൾ പമ്പ് ചെയ്യാനായിട്ട്, മിനിമം നമ്മൾ 20 മിനിറ്റ് എങ്കിലും എന്തായാലും പമ്പ് ചെയ്തേ പറ്റത്തുള്ളൂ കേട്ടോ. സോ ആ 20 മിനിറ്റ് ഞാൻ പമ്പ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ 20 മിനിറ്റ്, റൈറ്റ് സൈഡിൽ ഒരു 20 മിനിറ്റ്, അങ്ങനെ 40 മിനിറ്റോളം എനിക്ക് എടുക്കുന്നുണ്ട് ഫുള്ള് പമ്പിങ് കഴിയാനായിട്ട്. സോ അത് കുറെ ടൈം ടേക്കിംഗ് ആയിട്ടുള്ള പ്രോസസ് ആയതുകൊണ്ട് ഞാൻ ഒരു ബ്രസ്റ്റ് പമ്പും കൂടെ മേടിക്കാന്ന് വിചാരിച്ച്. അങ്ങനെ നാട്ടില് മോംകോസി M5 എന്ന് സെർച്ച് ചെയ്തപ്പോഴേക്കും അവിടെ അത് അവൈലബിൾ അല്ലെന്ന് കാണിച്ചു. അപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ മോംകോസിയുടെ S9 Pro ആയിരുന്നു. സോ ഞാൻ ഓർത്ത് ഓക്കെ എന്നാൽ ഞാൻ ഒരു പമ്പ് ഈ S9 Proയും ഒരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ S9 Proയും മേടിച്ച്. M5 ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഇത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ പമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ടോട്ടൽ 20 മിനിറ്റ്സ് ആയിരുന്നു ഞാൻ പമ്പ് ചെയ്യാനായിട്ട് എടുത്തിരുന്ന ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ M5ഉം S9 Proയും കമ്പയർ ചെയ്യുവാണെങ്കിൽ M5 കുറച്ചുകൂടെ സക്ഷൻ പവർ വളരെ നല്ലതാണ്. ഇത് രണ്ടിലും ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മോംകോസിയുടെ M5 ആണ് നല്ലതെന്നേ പറയത്തുള്ളൂ. കാര്യം അതാണ് എനിക്ക് കുറച്ചുകൂടി ഒരു റിസൾട്ട് തന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു സക്ഷൻ പ്രോപ്പർ ആയിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് M5 ആണ്. ബട്ട് S9 Pro മോശമൊന്നുമല്ല, അതും നല്ല രീതിയിൽ തന്നെ റിസൾട്ട് തരുന്നുണ്ട് കേട്ടോ. ഈ പമ്പ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ വേദന എടുക്കാറുണ്ട് ചില ആളുകൾക്ക്. അത് ചിലപ്പോൾ ഫ്ലാഞ്ച്, ഈ പമ്പിൽ നമുക്കൊരു ഫ്ലാഞ്ച് കിട്ടും. അപ്പൊ അത് ഫ്ലാഞ്ച് സൈസ് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതാണ് കേട്ടോ ഫ്ലാഞ്ച് എന്ന് പറയുന്നത്. സോ ഈ ഒരു സംഭവം നമ്മൾ നിപ്പിളിന്റെ സൈസ് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഫ്ലാഞ്ച് മേടിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫ്ലാഞ്ച് സൈസ് ചെറുതാണ്, അല്ലെങ്കിൽ ഫ്ലാഞ്ച് സൈസ് ഒത്തിരി വലുതാണെങ്കിൽ പ്രോപ്പറായിട്ട് സെക്ഷൻ നടക്കത്തില്ല, ഒത്തിരി ചെറുതാണെങ്കിൽ നമുക്ക് വേദന എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഫ്ലാഞ്ച് മാത്രമായിട്ട് നമുക്ക് ഓൺലൈനിൽ മേടിക്കാനും കിട്ടും. നമുക്ക് ഈ ബ്രസ്റ്റ് പമ്പ് മേടിക്കുന്ന ടൈമിൽ ഓൾറെഡി അതിൽ നിപ്പിൾ മെഷർമെന്റ്സ് ഉണ്ടാവും. നമ്മളുടെ നിപ്പിള് അതിൽ വെച്ച് നോക്കിയിട്ട് ഏതാണോ കറക്റ്റ് സൈസ് നോക്കിയിട്ട് ആ സൈസിലുള്ള ഫ്ലാഞ്ച് മേടിച്ചാലും മതി. ഓൾറെഡി ബ്രസ്റ്റ് പമ്പ് മേടിക്കുന്ന സമയത്ത് അതിനകത്ത് ഓൾറെഡി ഒരു വലിയ സൈസും ഒരു ചെറിയ സൈസും ഒരു മീഡിയം സൈസും ഉണ്ടാകും. അത് മോസ്റ്റ്ലി നമ്മുടേത് കറക്റ്റ് ആവാനാണ് ചാൻസ് അതിൽ ഏതെങ്കിലും ഒരെണ്ണം. അതല്ലെങ്കിൽ നമ്മൾ ഫ്ലാഞ്ച് മാത്രമായിട്ട് സെപ്പറേറ്റ് മേടിച്ചാലും മതി. സോ ഫ്ലാഞ്ച് സൈസ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് പമ്പ് ചെയ്യുമ്പോഴേക്കും ഒത്തിരി വേദന എടുക്കത്തില്ല. പിന്നെ അഥവാ നിപ്പിൾ ക്രാക്ക് ആയിട്ടുള്ളവരാണെങ്കിൽ നിപ്പിൾ ക്രാക്ക് മാറ്റാനായിട്ട് ഏറ്റവും പെട്ടെന്ന് മാറ്റാനായിട്ട് ഒരു ക്രീമുണ്ട്. ലാനോലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിപ്പിൾ ക്രീമാണിത്. ഈ ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിപ്പിൾ ക്രാക്ക് മാറുകയും ചെയ്യും കേട്ടോ. മിൽക്ക് സപ്ലൈ കൂട്ടാനായിട്ട് ഏറ്റവും നല്ലത് ഇനീഷ്യൽ സ്റ്റേജിൽ ദിവസവും ഒരു തവണയെങ്കിലും പവർ പമ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് പല രീതിയിൽ ചെയ്യും. പവർ പമ്പിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഈ ക്ലസ്റ്റർ ഫീഡിങ്ങിനെ മിമിക് ചെയ്യുന്ന ഒരു സാധനമാണ്. ക്ലസ്റ്റർ ഫീഡിങ് എന്താണെന്ന് അറിയാൻ പാടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാം. അതായത് ചില സമയത്ത് നമ്മൾ ബേബീസിനെ ഫീഡ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ബേബി പിന്നെയും വിശപ്പിന്റെ സിഗ്നൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ക്യൂസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും, ഹങ്കർ ക്യൂസ്, ഇങ്ങനെയുള്ള ആക്ഷൻസ്, കൈ വായിലോട്ട് പോവുക, ഇങ്ങനെയുള്ള ആക്ഷൻസ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കും. സോ അത് നമുക്കപ്പോൾ തോന്നും എന്താണ് നിറഞ്ഞില്ലേ, പിന്നെയും വിശക്കുന്നുണ്ടോ എന്നൊക്കെ. പക്ഷെ ആ ഒരു ടൈമിൽ കുഞ്ഞിന് കുറച്ചുകൂടെ ഒരു 10 ml കൂടെ കൂടുതൽ വേണമായിരിക്കും മിൽക്ക്. അപ്പോൾ അതിനെയാണ് ക്ലസ്റ്റർ ഫീഡിംഗ് എന്ന് പറയുന്നത്. കുറേശ്ശെ വാവയ്ക്ക് വീണ്ടും വീണ്ടും ഫീഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ ഫീഡിങ് വേണം എന്നുള്ളൊരു ടെൻഡൻസി, അതാണ് ഈ ക്ലസ്റ്റർ ഫീഡിംഗ് എന്ന് പറയുന്നത്. അപ്പം അത് മിമിക് ചെയ്യുന്നതാണ് ഈ പവർ പമ്പിങ്. അതായത് നമ്മുടെ ബോഡിയോട് ഇൻഡയറക്ട്ലി കുഞ്ഞിന് വിശക്കുന്നുണ്ട്, വീണ്ടും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യണം മിൽക്ക് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഈ പവർ
പമ്പിംഗ് എന്ന് പറയുന്നത്. സോ ഈ പവർ പമ്പിംഗ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒറ്റ പമ്പുള്ളവരാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് 10 മിനിറ്റ്, റൈറ്റ് സൈഡ് 10 മിനിറ്റ്, പിന്നെ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, വീണ്ടും ലെഫ്റ്റ് സൈഡ് 10 മിനിറ്റ്, റൈറ്റ് സൈഡ് 10 മിനിറ്റ്, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, വീണ്ടും ലെഫ്റ്റ് സൈഡ് 10 മിനിറ്റ്, റൈറ്റ് സൈഡ് 10 മിനിറ്റ്, അങ്ങനെ ഒരു 1 ഹവറോളം എടുക്കും ഇത് കഴിയുമ്പോഴേക്കും. ആ സമയം 2 പമ്പുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. 20 മിനിറ്റ് ഫസ്റ്റ് പമ്പ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, പിന്നെ 10 മിനിറ്റ് പമ്പ് ചെയ്യുക, വീണ്ടും 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, പിന്നെ 10 മിനിറ്റ് പമ്പ് ചെയ്യുക. സോ ഇങ്ങനെയാണ് 2 ബ്രസ്റ്റ് പമ്പുള്ളവർ ചെയ്യേണ്ടത് കേട്ടോ. സോ പവർ പമ്പിങ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്കിന്റെ സപ്ലൈ കൂടാനായിട്ട് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആണ്. വൺസ് നമ്മുടെ ബേബിയുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള മിൽക്ക് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പവർ പമ്പിങ് ചെയ്യണം എന്ന് നിർബന്ധമില്ല കേട്ടോ. ഇനീഷ്യലി ആ ഒരു പ്രൊഡക്ഷന്റെ ബൂസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പവർ പമ്പിങ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ബോത്ത് ബ്രസ്റ്റിൽ നിന്നുള്ള മിൽക്ക് നമുക്ക് കമ്പൈൻ ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പമ്പ് ചെയ്ത് കിട്ടിയ മിൽക്ക് നമ്മൾ ആദ്യം ബോട്ടിലോട്ട് ഒഴിക്കുക, റൈറ്റ് സൈഡിൽ നിന്ന് കിട്ടിയ മിൽക്ക് നമ്മൾ ബോട്ടിലോട്ട് ഒഴിക്കുക. അപ്പം ഈ 2 മിൽക്കും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്യാനായിട്ട് പറ്റും. സെയിം പമ്പിങ് സെഷൻ ആയിരിക്കണം എന്നേ ഉള്ളൂ. അതായത് ഇപ്പം നമ്മൾ 10 മണിക്ക് പമ്പ് ചെയ്തത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് പമ്പ് ചെയ്തത് നമുക്ക് ഒരു ബോട്ടിലോട്ട് ഒഴിക്കാനായിട്ട് പറ്റും. 10 മണിക്ക് പമ്പ് ചെയ്തതും രാത്രി 8 മണിക്ക് പമ്പ് ചെയ്തതും കൂടെ മിക്സ് ചെയ്യരുത്. കാര്യം ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവും. എപ്പോഴും ടെമ്പറേച്ചർ സെയിം ആകുമ്പോഴേക്കും നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെയാണ് ഫ്രിഡ്ജിൽ വെച്ചതും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഫ്രിഡ്ജിൽ ഓൾറെഡി തണുത്ത മിൽക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. സോ നമ്മൾ ഫ്രഷ് ആയിട്ട് പമ്പ് ചെയ്ത മിൽക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക, അത് തണുക്കാനായിട്ട് അനുവദിക്കുക. അത് തണുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മിൽക്കുകൾ തമ്മിൽ, അതായത് ലാസ്റ്റ് പമ്പ് ചെയ്ത മിൽക്കുകൾ തമ്മിൽ മിക്സ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം പമ്പ് ചെയ്തത് ഫസ്റ്റ് കുഞ്ഞിന് ഫീഡ് ചെയ്യാനായിട്ട് നോക്കുക, ലാസ്റ്റ് പമ്പ് ചെയ്തത് അതിന്റെ പുറകെ ഫീഡ് ചെയ്യാവുള്ളൂ. ഓക്കെ, മിൽക്ക് ഇതുപോലെ തണുപ്പിച്ചതിന് ശേഷവും മിക്സ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അല്ലാതെ ഫ്രഷ്ലി പമ്പ്ഡ് മിൽക്ക് ഡയറക്റ്റ് തണുത്ത മിൽക്കിലോട്ട് മിക്സ് ചെയ്യാനും പാടില്ല. ഓൾറെഡി തണുത്ത മിൽക്കിലോട്ട് തണുത്ത മിൽക്കുകൾ മിക്സ് ചെയ്യാനായിട്ട് പറ്റും. ബ്രസ്റ്റ് മിൽക്ക് റൂം ടെമ്പറേച്ചറിൽ 4 മണിക്കൂർ വരെ പുറത്തിരിക്കും. അതുപോലെ തന്നെ നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ 4 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ അതൊരു വെള്ളത്തിന്റെ അകത്ത് ഇറക്കി വെച്ചാലും മതി. അങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല. 4 മണിക്കൂർ പുറത്ത് ബ്രസ്റ്റ് മിൽക്ക്, ഫ്രഷ്ലി പമ്പ്ഡ് ബ്രസ്റ്റ് മിൽക്ക് ഇരിക്കും കേട്ടോ. പിന്നെ ഫ്രിഡ്ജിന്റെ അകത്താണെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ ഈ എഗ്ഗൊക്കെ വെക്കുന്ന സൈഡ് ഉണ്ടല്ലോ, ഡോർ ഉണ്ടല്ലോ, ഡോറിന്റെ അവിടെ ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യരുത് കേട്ടോ. എപ്പോഴും ഫ്രിഡ്ജിന്റെ അകത്ത് തന്നെ ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് നോക്കുക. അത് 4 ദിവസം വരെ ഇരിക്കും. പിന്നെ ഫ്രീസറിലാണ് വെക്കുന്നെങ്കിൽ 6 മാസം വരെ ബ്രസ്റ്റ് മിൽക്ക് ഇരിക്കും കേട്ടോ. ഇനി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് എങ്ങനെ ബേബിക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് നമുക്ക് ചൂടാക്കണം. ഏറ്റവും കോമൺ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബൗൾ എടുക്കുക, അതിൽ കുറച്ച് വാം വാട്ടർ ആഡ് ചെയ്യുക, ഈ ബോട്ടിൽ വാം വാട്ടറിലോട്ട് ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ടോന്നുള്ളത്. അതായത് ലൂക്ക് വാം ആകുമ്പോഴേക്കും നമുക്ക് ബേബിക്ക് കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾ കയ്യിൽ തന്നെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും നമുക്ക് വളരെ ഇളം ചൂടാണെങ്കിൽ നമുക്ക് ബേബിക്ക് കൊടുക്കാം. അപ്പം തണുത്ത മിൽക്ക് കൊടുക്കുന്നതിന് പകരം ഇച്ചിരി ചൂടായിട്ട്, അതായത് ഭയങ്കര ചൂടല്ല ഞാൻ പറയുന്നത്, വളരെ ലൈറ്റ് ചൂടായിട്ടിരിക്കുന്ന ലൂക്ക് വാം ആയിട്ടിരിക്കുമ്പോൾ ബേബിക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ബോട്ടിൽ വാമേഴ്സ് അല്ലെങ്കിൽ ബോട്ടിൽ സ്റ്റീമർ ഇതുപോലെ മേടിക്കാനായിട്ട് കിട്ടും. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന ലവ് ലാപ്പിൻ്റെ ബോട്ടിൽ സ്റ്റീമറാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ബോട്ടിൽ, അതിനകത്ത് വെള്ളം നിറയ്ക്കുക, എന്നിട്ട് ബോട്ടിൽ ഇറക്കി വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സമയമുണ്ട്, 2 മിനിറ്റ്, ഞാൻ മിക്കപ്പോഴും 2 മിനിറ്റാണ് വയ്ക്കുന്നത്. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് പാല് ചൂടായി കിട്ടും. അതായത് ഇളം ചൂട്, ആ ചൂടിന് ബേബിക്ക് കൊടുക്കാനും പറ്റും. സോ ഈ 2 രീതിയിലും നമുക്ക് ബേബിക്ക് പാല് കൊടുക്കാം. പിന്നെ ഒരു ഡൗട്ട് ചോദിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുപ്പിയിൽ നിന്ന് പാല് വേറെ കണ്ടെയ്നറിലോട്ട് ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെക്കണോ എന്നൊക്കെയാണ്. വേണ്ട, നമ്മളുടെ ബോട്ടിൽ, അങ്ങനത്തെ ബോട്ടിലായിരിക്കുമല്ലോ നമ്മൾ ഓഫ് കോഴ്സ് മേടിക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഫിലിപ്സ് 7ന്റെ ബോട്ടിലാണ്. അപ്പോൾ ആ ബോട്ടിൽ ഡയറക്റ്റ് തന്നെ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് തണുപ്പ് മാറുമ്പോഴേക്കും ബേബിക്ക് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. ബ്രസ്റ്റ് മിൽക്ക് എപ്പോഴും ഇങ്ങനെ സ്വേൾ ചെയ്യാനേ പാടുള്ളൂ കേട്ടോ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഷെയ്ക്ക് ചെയ്യുമ്പോഴേക്കും ഒത്തിരി ബബിൾസ് ഫോം ചെയ്യും, ബേബിക്ക് ഗ്യാസ് ട്രബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ എപ്പോഴും ഇങ്ങനെ സ്വേൾ ചെയ്ത് കഴിഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്കിന്റെ ഫാറ്റ് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴേ ബ്രസ്റ്റ് മിൽക്കിന്റെ ഫാറ്റ് മേളിലും താഴെ വാട്ടർ കണ്ടന്റ് വരും. സോ നമ്മൾ ഇച്ചിരി ചൂടാക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് സ്വേൾ ചെയ്യുമ്പോഴേക്കും അത് പ്രോപ്പർ ആവും. എന്നിട്ട് ബേബിക്ക് കൊടുത്താൽ മതി.
അത് നമ്മുടെ ബേബിയുടെ വിശപ്പിനനുസരിച്ച് വേണം നമ്മൾ മിൽക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് എപ്പോഴും. ഇപ്പം വിയൂട്ടൻ ഒരു 3 to 4 months വിയൂട്ടൻ കുടിച്ചുകൊണ്ടിരുന്നത് ഒരു 100 to 120 ml റേഞ്ചിലായിരുന്നു. ചില സമയത്ത് അവന് 100 മതി, പക്ഷെ ചില സമയത്ത് അവന് 120 വേണം. അത് നമുക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ 120 കൊടുക്കുമ്പോഴേക്കും ഒരു 100 കഴിയുമ്പോഴേക്കും വാവയ്ക്ക് വേണ്ട എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ നാക്ക് വെച്ച് പുറത്തോട്ട് തള്ളാൻ തുടങ്ങും. അതല്ലാത്ത കേസിൽ ചിലപ്പം നല്ല രീതിയിൽ 120 കുടിക്കുകയും ചെയ്യും. അത് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ബേബിയുടെ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവും. അതനുസരിച്ചിട്ട് അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇനീഷ്യലിൽ ഒരു 30 ml ഒക്കെ കുടിക്കത്തുള്ളൂല്ലോ. കുഞ്ഞ് ബേബീസ് 30 ml ആ ഒരു റേഞ്ചിൽ കുടിക്കത്തുള്ളൂ. പിന്നെ 30 to 60 ആകും അത്. പിന്നെ 60 to 90 ആകും. പിന്നെ 90 to 100 ആകും. പിന്നെ 100 to 120 ml. ഇപ്പോൾ ആ ഒരു റേഞ്ചിലാണ് അവ കുടിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 4th month ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു 5th monthലോട്ടൊക്കെ കയറുന്ന ടൈം ആകുമ്പോഴേക്കും ബേബീസ് ഒരു 120 to 150 റേഞ്ച് വരെ കുടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ അത് നമ്മൾ നോക്കുക. വിശപ്പ് അവർക്ക് നമ്മൾ 120 കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിശപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂട്ടി കൊടുക്കുക. ഏറ്റവും കൂടുതൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ ബേബിക്ക് ഉണ്ടോ എന്നുള്ളതാണ്. ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ ബേബിക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മിൽക്കിൻ്റെ അളവ് പ്രോപ്പർ ആണെന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ഡയപ്പേഴ്സ് ഒരു 6 to 7 വെറ്റ് ഡയപ്പേഴ്സ് എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. പിന്നെ ചില ബേബീസിന് മോഷൻ പോകുന്നത് ചിലപ്പോൾ ഒരു 2 to 3 days കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും, വിച്ച് ഈസ് വെരി കോമൺ. അതുകൊണ്ട് അതോർത്ത് ടെൻഷൻ ഒന്നും വേണ്ട. മോഷൻ പോകുന്നില്ലെങ്കിൽ പോലും ബേബി ഇറിറ്റേറ്റഡ് ആയിട്ട് കാണിക്കാത്തിടത്തോളം അത് പ്രോബ്ലം ഒന്നുമില്ല. ബേബി ഭയങ്കരമായിട്ട് ഫസ്സി ആയിട്ടും ഭയങ്കര ഇറിറ്റേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറിനെ വിസിറ്റ് ചെയ്യണം. അതല്ലാത്ത കേസിൽ ഇതുപോലെ തന്നെ നമ്മൾ വെറ്റ് ഡയപ്പേഴ്സ് ചെക്ക് ചെയ്താൽ മതി. കുഞ്ഞ് മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലം അല്ല, പ്രോപ്പറായിട്ട് തന്നെ ഡൈജഷനും കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നാണ് അർത്ഥം. അമ്മ ലാസ്റ്റ് വീക്ക് പോയി, തിരിച്ച് നാട്ടിലോട്ട് പോയി. സോ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒറ്റയ്ക്കാണുള്ളത്. അപ്പം നമുക്ക് വീഡിയോ എടുക്കാനും കുറച്ച് ഡിഫിക്കൾട്ടാണ്. ഇപ്പോൾ ബേബി ഉറങ്ങുന്ന ടൈമിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ബേബി ഉണരുമ്പോഴേക്കും ഇതുപോലെ എടുത്തില്ലെങ്കിൽ പിന്നെ കരച്ചിലാവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ട്രാവൽ ചെയ്യുന്നവർ ബ്രസ്റ്റ് മിൽക്ക് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുഞ്ഞിനെ ഫീഡ് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു 120 ml ഒക്കെ, ഇപ്പോൾ എൻ്റെ ബേബിയുടെ കേസിലാണെങ്കിൽ അവനൊരു 120 ml കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 3 hours അവന് വിശക്കത്തില്ല. 3 hours കഴിഞ്ഞാൽ വിശക്കത്തുള്ളൂ. സോ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു 120 ml ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പാല് ബാഗിനകത്തോട്ട് വെച്ചിട്ട് ഇറങ്ങും, വീട്ടിൽ നിന്ന് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് 3 hours അവന് വിശക്കത്തില്ല. ആ 3 hours മതി ഈ ബോട്ടിൽ തിരിച്ച് റൂം ടെമ്പറേച്ചറിലോട്ട് ആകാനായിട്ട്. അപ്പോൾ അതിൻ്റെ തണുപ്പ് നന്നായിട്ട് മാറിയിട്ടുണ്ടാവും. തണുപ്പ് മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോകും. നമുക്കിപ്പോൾ വേറെ സോഴ്സ് ഇല്ല. ഇപ്പോൾ ഒത്തിരി ഇങ്ങനെ ചൂടാക്കുന്ന മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ പോർട്ടബിൾ ആയിട്ടുള്ള മെഷീനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളവരാണെങ്കിൽ ചൂടാക്കുന്നതും തണുപ്പിക്കുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുള്ളവരാണെങ്കിൽ പ്രശ്നമില്ല. അതില്ലാത്തവരാണെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ചെറിയൊരു ഫ്ലാസ്കിനകത്ത് ചൂടുവെള്ളം എപ്പോഴും കരുതുക. എന്നിട്ട് ഒരു ബൗളും കരുതുക. ആ ബൗളിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മിൽക്ക് ഇറക്കി വെച്ചിട്ട് ലൂക്ക് വാം ടെമ്പറേച്ചർ ആക്കിയിട്ട് ബേബിക്ക് കൊടുക്കാം. ഒരു ദിവസം കുറേ മണിക്കൂറുകൾക്ക് ശേഷമാണ് വീട്ടിലോട്ട് വരുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ പമ്പും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് പമ്പ് ചെയ്തിട്ട് മിൽക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഫീഡ് ചെയ്യുന്നവരാണെങ്കിൽ ഡയറക്റ്റ് ഫീഡ് ചെയ്യുക. എൻ്റെ ഒരു പമ്പിങ് സ്കെഡ്യൂൾ ഞാൻ പറയാം. ഞാൻ നൈറ്റ് ഫീഡ്സ് ചെയ്യുന്നത് ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ എങ്ങോട്ട് എഴുന്നേറ്റ് പോവാറില്ല, ഫ്രിഡ്ജിൽ നിന്ന് മിൽക്ക് എടുക്കാൻ പോവാറില്ല, ഒന്നിനും പോവാറില്ല. ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ദിവസത്തിലും ഞാൻ ചില സമയങ്ങളിൽ ക്ലസ്റ്റർ ഫീഡിങ് അങ്ങനെയുള്ള കേസൊക്കെ വരുമ്പോഴേക്കും ഞാൻ ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാറുണ്ട്. അല്ലാത്ത ടൈമിൽ എവറി 3 hours ഞാൻ പമ്പ് ചെയ്യാറുണ്ട് കേട്ടോ. എവറി 3 hours ഞാൻ പമ്പ് ചെയ്യാറുണ്ട്. ഞാൻ ടൈം നോക്കി തന്നെയാണ് ഞാൻ പമ്പ് ചെയ്യാറ്. അങ്ങനെ കിട്ടുന്ന മിൽക്ക് ഞാൻ ഇതുപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ബേബിക്ക് 2.5 അല്ലെങ്കിൽ 3 hours അവന് വിശക്കാറുണ്ട്. ഞാനപ്പോൾ കൊടുക്കുകയും ചെയ്യും. എനിക്ക് ഫ്രിഡ്ജിൽ ഇതുപോലെ മിൽക്ക് സ്റ്റോറേജ് ഉണ്ടാവും, അതായത് സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സമാധാനത്തിലിരിക്കാം. ബിക്കോസ് ഏതെങ്കിലും ഒരു ടൈമിൽ എനിക്ക് പമ്പ് ചെയ്യാൻ പറ്റാത്ത കേസ് വന്നാൽ പോലും എനിക്ക് ഫ്രിഡ്ജിൽ മിൽക്ക് ഇരിക്കുന്നതുകൊണ്ട് വലിയ പാടില്ല, നേരെ ചൂടാക്കുക, കൊടുക്കുക, അത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്കും പറ്റുമെങ്കിൽ ഇതുപോലെ എവറി 3 hours പമ്പ് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുക. അതിപ്പോൾ കുറച്ചാണെങ്കിലും കുഴപ്പമില്ല, അത് ഇവഞ്ച്വലി കൂടിക്കോളും. ഇനിഷ്യലി വളരെ കുറച്ച് കിട്ടുന്നവർക്ക് പിന്നെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ മിൽക്ക് ഒട്ടും ഉണ്ടാവാത്ത കേസുകളും ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മൾ ട്രൈ ചെയ്യുക, എന്നിട്ട് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ ഓക്കെ,
ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് കുഞ്ഞിന് ഏറ്റവും നല്ല ഫോർമുല ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. അതല്ല നമ്മൾ ട്രൈ ചെയ്യാതെ നമ്മൾ ഇതുപോലെ ഫോർമുലയിലോട്ട് ഡയറക്റ്റ് സ്വിച്ച് ചെയ്യുന്നതിൽ അർത്ഥമില്ല. സോ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് തന്നെ ബേബിക്ക് കൊടുക്കാനായിട്ട് മാക്സിമം എല്ലാ വഴികളും നോക്കുക. എന്നിട്ട് സക്സസ്ഫുൾ ആകുവാണെങ്കിൽ നമുക്ക് അത്രയും സന്തോഷം. അഥവാ മിൽക്ക് കുറവുള്ള അമ്മമാരാണെങ്കിൽ അവരും സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ബേബിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏതാണോ ഓപ്ഷൻ അത് പ്രൊവൈഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. സോ നിങ്ങളൊരു ന്യൂ മോം ആണെങ്കിൽ ഇതുപോലെയുള്ള സംശയങ്ങൾ, നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിലും എനിക്ക് കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാം കേട്ടോ. കാര്യം എനിക്കറിയാം ഞാനൊരു ന്യൂ മോമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി സംശയങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്കിപ്പം അതിൻ്റെയൊക്കെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. സോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പരീക്ഷിച്ച് നോക്കി സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്തും ഷെയർ ചെയ്യാനായിട്ട് റെഡിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ ഒത്തിരി ഡൗട്ട്സ് അപ്പോൾ ക്ലിയർ ആക്കാനായിട്ട് പറ്റിയില്ലേ. അപ്പം ഇനിയും ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.